ഹലോ ഗായ്സ്, ഹാപ്പി ഫ്രൈഡേ. ഇപ്പോൾ വീക്കെൻഡായിട്ട് ചെറിയൊരു പ്രോഗ്രാമിന് ഇറങ്ങിയതാണ്. കാടിൻ്റെ നടുക്കിലാണ് ഞങ്ങൾ. കാടിൻ്റെ നടുക്കി കൂടെ ഇങ്ങനെ യാത്രയാണ്. ഒരു 3 കിലോമീറ്റർ നടക്കണം. കാറ് കുറച്ചുകൊണ്ട് ദൂരത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബ്രൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കുറച്ചുകൊണ്ട് പോകണം. ഫ്രൈ ചെയ്യാനുള്ള സൗകര്യം, ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് മരം ഒക്കെ മഴയൊക്കെ ഉണ്ട് അവിടെ. മരമൊക്കെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഒന്നും നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുപോലെ തൊട്ടടുത്ത് തടാകമുണ്ട് മീൻ പിടിക്കാനായിട്ട്. നല്ല രസമായിരുന്നു. സമ്മറായതുകൊണ്ട് അപ്പോൾ വലിയ കോട്ടും സൂട്ടിനൊന്നും ആവശ്യമില്ല അല്ലേ ചെയ്യാൻ. സിമ്പിളായിട്ട് ട്രൗസറും ചെറിയ ബനിയനൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നല്ല ചൂടുണ്ട്. ഫിൻലാൻഡിൽ ഭയങ്കര ചൂടാണ്. എക്സ്ട്രാ ഹോട്ടാണ്. കഴിഞ്ഞ ഇയറിനേക്കാളും കൂടുതൽ ചൂട് ഈ കൊല്ലം ഉണ്ട് ഇവിടെ. അപ്പോൾ അവസാനിക്കാറായി. അടുത്ത മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം ആകുമ്പോൾ കുറച്ച് തണുപ്പായിട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കും, വിൻ്ററാവും. നിറയെ മഞ്ഞാവും ഇവിടെയൊക്കെ. അപ്പോൾ ക്ലീനാണ് പ്ലേസ്. നല്ല ക്ലീനായിട്ടിരിക്കണം. മുഴുവൻ പച്ചപ്പായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ മഞ്ഞാവുമ്പോൾ ഇവിടെയൊക്കെ എല്ലാതും ഇതൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞ് മരങ്ങളുടെ ഇതൊക്കെ ഭംഗിയൊക്കെ പോവും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഹാപ്പി വീക്കെൻഡ്. ബൈ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഗൈസ്. അങ്ങനെ ഞാൻ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഇപ്പോൾ നടന്നു പോകുന്ന അതിൻ്റെ റോഡ് സൈഡിൽ, വഴിയുടെ സൈഡിൽ ഞങ്ങളൊരു ബ്ലൂബെറിയുടെ ചെടികൾ കണ്ടു. അതിങ്ങനെ പൊട്ടിച്ച് നോക്കി. ബ്ലൂബെറിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല കുറേ ഉണ്ട്. അത്യാവശ്യം ബ്ലൂബെറി ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കാണാനായിട്ട്. നല്ല പച്ചപ്പാണ്. സമ്മർ ആണെങ്കിലും നല്ല ചൂടാണെങ്കിലും ഇലകളൊക്കെ നല്ല പച്ച, നല്ല കളർഫുള്ളായിട്ടാണ് നിൽക്കുന്നത് എല്ലായിടത്തും. കാട് വലിയൊരു കാടാണത്. ഭയങ്കര വലിയൊരു കാടാണ്. അതിൻ്റെ നടുക്കിയോടെ ഒരു ചെറിയൊരു വഴിയാണ്. ആ വഴിയോടെ പോയി അവിടെ അറ്റെത്തുമ്പോഴാണ് ഈ പറഞ്ഞ ഗ്രില്ലിംഗ് പ്ലേസും അതുപോലെ തടാകങ്ങളും ഉള്ളത്. നമുക്കിപ്പോൾ അവിടേക്ക് നടന്ന് നീങ്ങാം. അപ്പോൾ ഇങ്ങനെ പാറക്കല്ലുകളും ഒക്കെയുള്ള ഒരു കാടാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട്. 8 മണി ആയാലും നല്ല വെളിച്ചമാണ്. അതാ ഞാൻ അവിടെ എത്തി. അപ്പം ഞാൻ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെ അവരുടെ ബാക്കിയോടെ നടന്നു വരികയാണ്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് കുറേ പൂവുകളൊക്കെ കാണാൻ സാധിച്ചു. നല്ല ഭംഗിയുള്ള പൂക്കൾ സൈഡിലൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ആയിട്ടാണ് ഈ പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അവിടെ ഒരു കൂടാരം പോലെ ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അവിടെയാണ് മരങ്ങൾ നിറയെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ. നമുക്ക് ആവശ്യത്തിന് മരങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉണ്ട് അവർ. നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് എടുത്ത് വെട്ടിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നല്ല മൂർച്ചയുള്ള മഴുവാണ്. അപ്പോൾ അതുപോലെ അവിടെ ബാത്റൂമിൽ ഇരിക്കാനുള്ള സൗകര്യം, പോർട്ടബിൾ ബാത്റൂം ഒക്കെ ഉണ്ട്. സൗകര്യമാണുള്ളത്. അതാണ് കൂടാരം അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് നമുക്ക് സൗകര്യം. രണ്ട് ഫാമിലിക്ക് ഇരുന്ന് ഈ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം ആണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ വലിയൊരു തടാകം. അവിടെ നമുക്ക് മീൻ പിടിക്കാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്രൈൻ്റെ ഗ്രില്ലിങ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ബാഗിലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാതും. അപ്പോൾ ഇതാണ് സൗകര്യം. നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ പറ്റും. അത് മൂവ് എന്ന ഒരു ഐറ്റമാണ് ഗ്രില്ലിങ്. നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ചൂടധികം ആവാതെ പുറത്ത് കൊണ്ടുവച്ചിട്ട് തന്നെ നമുക്ക് മറച്ചിടാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഇതാണ്. കുറേ പേരൊന്നും വന്നിട്ടുണ്ട്. സമ്മറായതുകൊണ്ട് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ. അപ്പോൾ ദിയാനെ മരം വെട്ടാൻ കൊടുത്തു. കുറേ മരം വെട്ടിയത് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു പണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ മരം വെട്ടിയതൊന്നും അവിടെ കിടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് മരം വെട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു.
അപ്പോൾ അത് ദിയാനാണ് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. അവനെ കൊണ്ടൊന്നും സാധിക്കില്ല. അവൻ അത് കഴിഞ്ഞ് മീൻ ചൂണ്ടാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു. കുറച്ച് സോസേജും ചിക്കനും ഒക്കെ വാങ്ങിച്ച് അതിൻ്റെ മസാലയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അങ്ങനെ വൈഫ് അത് എല്ലാതും ശരിയാക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു കത്തി കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാതും സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് ലൈറ്റായി വന്നപ്പോൾ ജോലി കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം കുറേ ലേറ്റായി. അങ്ങനെ മസാലയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫയർ ചെയ്യാൻ പോവാണ്. ഫയർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഫയർ ചെയ്യണ ഒരു മണ്ണെണ്ണ എന്ന് പറയാൻ പറ്റില്ല, ആ ടൈപ്പാണ്. ഒരു ലിക്വിഡുണ്ട്, അതിന് അധികം സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ ലിക്വിഡ് ഒഴിച്ച് നമുക്ക് ഫയർ ചെയ്യാം. അത് നന്നായി തന്നെ കത്തും. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് കത്തിച്ചെടുക്കാവുന്നതാണ് അത്. അപ്പോൾ തീപ്പെട്ടി കൊള്ളി അങ്ങനെ ഇട്ടാലൊന്നും കത്തില്ല, അത് അവൾക്ക് അറിയില്ല. അത് അവിടെ കൊണ്ട് വെക്കണം പതുക്കെ. ഇത് അവളുടെ വിചാരം മണ്ണെണ്ണയാണത്. മണ്ണെണ്ണ അല്ലെങ്കിൽ ടിന്നർ അങ്ങനത്തെ പെട്രോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ ആളി കത്തുള്ളൂ. ഇതിങ്ങനെ ജസ്റ്റ് അവിടെ വെച്ച് കൊടുക്കണം നമ്മൾ. അത് തന്നെ പതുക്കെ കത്തുള്ളൂ. പക്ഷേ കത്തി അത് പിടിക്കുന്നതാണ് എല്ലായിടത്തേക്കും. അതിൻ്റെ തീ അവിടെ എത്തുന്നതാണ്, എല്ലായിടത്തും എത്തും, മരത്തിലേക്ക് എത്തും. അങ്ങനെ അത് കത്തിക്കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മൊത്തം സ്പ്രെഡാവും, എല്ലായിടത്തേക്കും സ്പ്രെഡാവും. കണ്ടോ? അപ്പോൾ മൊത്തം സ്പ്രെഡായി, എല്ലായിടത്തും സ്പ്രെഡായി. അങ്ങനെ ഞാൻ ഫ്രൈ ഒക്കെ ചെയ്യാൻ പോവാണ്. നന്നായി തന്നെ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എല്ലാതും അവസാനിക്കാൻ പോവുകയാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ ഗൈസ്, ബൈ ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ.